അപ്പോൾ കഴിഞ്ഞ 3 ദിവസം നിങ്ങൾ ട്വിറ്റർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്. അതായത് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ ഒരു ഹാഷ്ടാഗ് ആണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാഷ്ടാഗ് ട്രെൻഡിങ് ആയി കഴിഞ്ഞപ്പോൾ ഞാനും എടുത്തു നോക്കി, അതായത് എന്തുകൊണ്ടാണ് കേരളം ഇപ്പോൾ ഇത്രമാത്രം ട്രെൻഡിങ് ആവുന്നത്, പ്രത്യേകിച്ച് ഒരു കാര്യം നടന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് അതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. അതായത് CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് പി ജയരാജൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതായത് റേഡിക്കൽ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അത് എപ്പോഴും ഒരു ഭീകരമാണ്, അത് നമ്മൾ എതിർക്കണം. അതുപോലെ തന്നെ കേരളത്തിലുള്ള പല യങ്സ്റ്റേഴ്സും ഐസിസ് തുടങ്ങിയ തീവ്രവാദി സംഘടനയിലോട്ടെല്ലാം ആൾക്കാരെല്ലാം തന്നെ ചേക്കേറുന്നു എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ അദ്ദേഹം സ്റ്റേറ്റ്മെന്റായി പറഞ്ഞു. ഇതിനെ തുടർന്ന് അത് ഹിന്ദി അതുപോലെ തന്നെ മറ്റു സംസ്ഥാനത്തുള്ള ആൾക്കാരെല്ലാം തന്നെ കേരള സ്റ്റോറിനെയും വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ഇത് വലിയൊരു ഭൂകമ്പമാക്കി മാറ്റി. അതായത് കേരളം ഒരു ടെററിസ്റ്റ് രാജ്യമായി, അതായത് ടെററിസ്റ്റ് സ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അപ്പോഴാണ് മറ്റൊരു ഫോട്ടോയും കൂടെ മുന്നിൽ വന്നത്. അതായത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഉള്ള ഒരു ഓട്ടോ ആണ്. ആ ഓട്ടോന്റെ പിന്നിൽ ഇസ്മായിൽ ഹനിയന്റെ ഫോട്ടോ ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അതായത് കേരളത്തിലുള്ള ആൾക്കാർക്കും ഇസ്മായിൽ ഹനിയുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? അതായത് ഒരു മതത്തിന്റെ ബന്ധമാണെങ്കിൽ ആ ഇസ്മായിൽ ഹനിയ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി ചെയ്തിട്ടില്ല, ഇന്ത്യൻ മുസ്ലിംസിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആ ഓട്ടോക്കാരന് ₹1 ഹമാസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അതായത് എന്തിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരാണ് കേരളത്തിലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പലരും വിമർശിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഹമാസ് എല്ലാം തന്നെ ഒരു തീവ്രവാദി സംഘടനയാണ്. അപ്പോൾ ഈ ഐഡിയോളജിയാണ് കേരളത്തിലുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് ആക്ഷേപിക്കുകയാണ്. ഇന്ത്യയിലെ അതായത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് എല്ലാം തന്നെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഒറ്റയടിക്ക് ഇങ്ങനെ ആക്ഷേപിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോഴാണ് ഞാൻ നോക്കിയത്, അതായത് ശരിക്കും കേരളത്തിൽ ഈ തീവ്രവാദി പ്രശ്നം ഉണ്ടോ? അതായത് ഐസിസിലോട്ടെല്ലാം തന്നെ ആൾക്കാർ ഇങ്ങനെ ചേക്കേറുന്നുണ്ടോ? അതുപോലെ തന്നെ ഐസിസിന്റെ പ്രശ്നം കേരളത്തിനെ ബാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാരെല്ലാം തന്നെ ഈ ഐസിസിൽ ജോയിൻ ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കേസ് സ്റ്റഡി എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ കേരളത്തിന്റെ കുറച്ച് കണക്കുകൾ പരിശോധിച്ച് നോക്കിയിട്ട് ഇത് ഇത്രമാത്രം വലിയ പ്രശ്നമാണോ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ 2014 തൊട്ട് 24 വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം ഏകദേശം 300 to 400 ആൾക്കാർ ഈ ഐസിസിലോട്ട് ഡയറക്റ്റ് ലിങ്കോ അല്ലെങ്കിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം ആൾക്കാരാണ് കേരളത്തിന് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ മറ്റ് എല്ലാ സ്റ്റേറ്റിനെയും കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 150 to 200 ആൾക്കാർ കൺഫേം ആയിട്ടും ഈ ഐസിസിൽ ജോയിൻ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 100 to 150 ആൾക്കാരോളം അതായത് അതിലോട്ട് ജോയിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തി. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ NIA അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ എല്ലാം തന്നെ ഇവരെ കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അവരെ അറസ്റ്റ് ചെയ്യാറുണ്ട് ഉണ്ടാകുന്നത്. അറസ്റ്റ് ചെയ്ത ന്യൂസ് എല്ലാം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലും കണ്ടു കാണും. അതുപോലെ തന്നെ 50 to 100 ആൾക്കാരോളം ഈ ഐസിസിലോട്ട് ബന്ധമുണ്ട് എന്ന് സംശയിച്ചും NIA ഈ 100 പേരോളം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തെളിവ് ചോദിക്കുന്നവരാണെങ്കിൽ തെളിവ് വേണമെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അത് കമന്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത ആൾക്കാരിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രായമാണ്. അപ്പോൾ ഇവരുടെ പ്രായം എന്ന് പറയുന്നത് 20 to 35 വയസ്സ്. അതായത് ഇന്ത്യയിൽ 20 to 35 വയസ്സ് എന്ന് പറയുന്നത് അതായത് ഒരു കോളേജ് ഡിഗ്രി കഴിഞ്ഞ് 21 വയസ്സാകുമ്പോൾ പുറത്തിറങ്ങുക. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ ഒരു സമയത്ത് 20 to 35 വയസ്സ് എന്ന് പറയുന്ന ഈ ഒരു കാലയളവിലാണ് നമ്മൾ ഒരു വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ മാരേജ് എല്ലാം കഴിഞ്ഞ് അവരൊരു ലൈഫുമായിട്ട് സെറ്റിൽ ആവുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് അതായത് ഇവരൊരു വിവാഹത്തിനെല്ലാം തന്നെ ചിന്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടും ഐസിസ് ഇങ്ങനെയുള്ള ലവ് ജിഹാദ് ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ ഇവർ ഇൻവോൾവ് ആവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവരെല്ലാം ഉപരിപഠനവും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഹൈ ലെവലായി പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ തന്നെ നല്ല വിലയും നിലയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പോയിരിക്കുന്നത്. അത് മാത്രമല്ല ഇവർക്കെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒന്നെങ്കിൽ ഇവർ അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഈ ഒരു ഐസിസിലോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്കുകളാണ്. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇവർ ഈ ഐസിസിലോട്ട് ജോയിൻ ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ റിച്ച് കൾച്ചറുള്ള ഒരു സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും, ടൂറിസ്റ്റുകൾ മികച്ചതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ഭീകരവാദി സംഘടനയിലും അതുപോലെ തന്നെ രാജ്യത്തിന് എതിരെയുള്ള പ്രവർത്തികളിലെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനൊരു 5 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പൊതുവെ കേരളം എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും അതായത് ആൾക്കാർ പഠിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യത്തിനും അതായത് വർക്ക് ചെയ്യാനെല്ലാം തന്നെ
കൂടുതലും അറബ് രാജ്യങ്ങളിലോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് കൂടുതലായിട്ടും ഇമിഗ്രൻസിന്റെ എല്ലാം തന്നെ ഫണ്ട് വരുന്ന എല്ലാം തന്നെ കേരളത്തിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരു UG ഡിഗ്രി കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എന്താണ് അടുത്തതായിട്ട് ജോലിയാണ് തരേണ്ടത്. അപ്പോൾ എന്റെ ഫാമിലിയുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ദുബായ് അറബ് രാജ്യങ്ങളെല്ലാം പോയി നല്ല രീതിയിൽ അവർ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ പലർക്കും മടിയുണ്ടാവും. പക്ഷെ ചിലർ ചോദിച്ചു കഴിഞ്ഞാലും അവരങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കില്ല. അപ്പോൾ എന്റെ വഴിയിൽ എന്താണ്, അതായത് ആരെങ്കിലും എന്നെ ഒന്ന് ദുബായിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പോലെ എനിക്ക് നല്ലോണം ഏൺ ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ടും കുട്ടികൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾ കൂടുതലും പഠിച്ച കുട്ടികളാണ്. അവരുടെ മൈൻഡ് സെറ്റ് എപ്പോഴും പുറം രാജ്യത്ത് പോകണം, നല്ലോണം ഏൺ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുടുംബക്കാരും ബന്ധുക്കാരും തന്നെ സഹായിക്കാൻ ഇല്ലാത്തപ്പോൾ ഇവര് പുറത്ത് ആരെയും ആശ്രയിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു റാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് പലരും പറയും ദുബായിൽ ജോലി വാങ്ങിത്തരാം, അതുപോലെ തന്നെ ഇങ്ങനെ പല വാഗ്ദാനങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് ഇവിടുന്ന് മെല്ലെ ഇവർക്ക് വിസ അടിച്ചു കൊടുത്ത് അവിടെ ചെന്ന് ഡയറക്റ്റ് ISISലോട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് പലരെയും കബളിക്കപ്പെട്ട് അവരെ ഇങ്ങനെ ചതിയിലൂടെ കൊണ്ടുപോയി ISISൽ ജോയിൻ ചെയ്യുന്ന ഒരു നല്ല പെർസെന്റേജ് വ്യക്തികൾ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ പറയുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ 1990-കൾക്ക് ശേഷം സൗദി അറേബ്യയിലെല്ലാം തന്നെ കേരളത്തിലുള്ള മദ്രസകളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ ഈ സലാഫി എന്ന് പറയും, ഈ സുന്നി മുസ്ലിംസിന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ ഈ ലോകം മുഴുവനും പടർത്താനും ഉള്ള കാര്യത്തിനെല്ലാം വേണ്ടി തന്നെ അവർ ഫണ്ട് പല രാജ്യങ്ങളിലോട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കേരളത്തിൽ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഐഡിയോളജി റേഡിക്കൽ ഐഡിയോളജി എല്ലാം പഠിച്ചതിന് ശേഷം ഈ ഒരു രീതിയിലും നല്ല രീതിയിൽ ഇങ്ങനെയും ഇൻഫ്ലുവൻസ് ചെയ്ത് പലരും ISISലോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാരണം പറയുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്. സമുദായത്തിൽ ഈ ഡിഗ്രി കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ടും കുറെ നാളായിട്ടും ജോലിയൊന്നും കിട്ടാത്തപ്പോൾ ഈ സമൂഹം ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞവനും അറിയാം അതിന്റെ പിന്നിലുള്ള പ്രശ്നം. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മോനെ ജോലി ആയില്ലേ, ഇങ്ങനെ പല ചോദ്യങ്ങൾ അവന്റെ സറൗണ്ടിങ്സ് വരും. അപ്പോൾ ഇതെല്ലാം തന്നെ കിടന്നു പോകണമെങ്കിൽ അവന് ഭയങ്കര റിസ്ക് ആണ്. പൊതുവെ ഒരു ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യില്ല. ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. പുറത്തോട്ട് പോവുകയാണെങ്കിൽ തന്നെ എന്താണ് ജോലി ആയില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ പല ചോദ്യങ്ങൾ നമ്മൾ വരും. അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ അൺകംഫർട്ടബിൾ ആയി തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്കെല്ലാം തന്നെ എങ്ങനെയും പൈസയാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു തോന്നൽ ഈ യങ് ജനറേഷനിലോട്ട് ആൾക്കാർ വരും. പൈസ കിട്ടിയാലോ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഈ പൊതുവെ സമൂഹത്തിലെല്ലാം തന്നെ പൈസ കുറഞ്ഞ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഇവർക്ക് കൂടുതൽ ഫണ്ട് വാഗ്ദാനം കൊടുക്കുകയും അങ്ങനെ ഫണ്ടുകൾ കൂടുതലായിട്ടും വരുമ്പോൾ എന്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയും അതുപോലെ തന്നെ പലരും ഈ ISISലോട്ടെല്ലാം പോകുമ്പോൾ 20-21 പ്രായമുള്ള ആൾക്കാരെല്ലാം തന്നെ പല ആൾക്കാരും ഈ ISISൽ വലിയ പ്രശ്നമുണ്ടെന്നൊന്നും അറിയില്ല. ഇവിടെയുള്ള ആൾക്കാർ എന്തായിരിക്കും കൺവിൻസ് ചെയ്യുന്നത്, ഒന്നും ചെയ്യേണ്ട, അവിടെ പോയിട്ട് അള്ളാഹുവിന് വേണ്ടി പണിയെടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് സാധാരണ എന്താണെന്നോർത്ത് നമ്മൾ പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് ഇത്രമാത്രം കൊടൂരമായ കാര്യമാണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും ഒരു നല്ല വിഭാഗം ആൾക്കാർ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാന കാര്യം എന്താ വെച്ചാൽ 2014 തൊട്ട് 2024 വരെ ഇത്രയും വലിയൊരു സംഖ്യ കൂടാൻ മറ്റൊരു കാര്യം BJP എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ BJP സർക്കാർ ഭരണത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള റേഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി ഉള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ഇനി BJP വന്നു, ഇനി ഇവിടെയുള്ള ഹിന്ദുക്കളല്ലാതെ മറ്റ് സമുദായത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഇന്ത്യയിൽ താമസിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. ഇവരെന്തായാലും ഹിന്ദുക്കൾക്ക് മാത്രമുള്ളൂ, ബാക്കി എല്ലാവരും തന്നെ തല്ലിക്കൊന്ന് അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് മതം മാറ്റിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം 2014 തൊട്ടേ വ്യാപകമായി പടരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് CAA പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ഈ CAA വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ചത് നമ്മുടെ കേരളം തന്നെയാണ്. അങ്ങനെ CAA വന്ന് ഇവിടെ പ്രതിഷേധിച്ചു. പക്ഷെ ബില്ല് പാർലമെന്റിൽ പാസ്സായി. ഇപ്പോൾ CAA കാരണം കുറെ പേർക്ക് ഇതെല്ലാം കിട്ടി. പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഇവിടെയുള്ള ആൾക്കാരെ യങ് ജനറേഷനിലുള്ള ആൾക്കാരെ ഈ സക്കീർ നായിക്കിനെ പോലെയുള്ള ഈ വിഷം പിടിച്ച ആൾക്കാരെല്ലാം തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇവിടെയുള്ള മതം ഭ്രാന്തി പിടിച്ച ആൾക്കാരെല്ലാം തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. CAA ഇന്ത്യയിൽ പാസ്സാക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടെ വിട്ട് പോകേണ്ടി വരും, അവരുടെ എല്ലാവിധ കാര്യങ്ങളും എടുത്തു കളയും, അവരുടെ പൗരത്വം തന്നെ എടുത്തു കളയും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇതിന്റെ സത്യാവസ്ഥ ആൾക്കാർ പോകാതെ യങ് ജനറേഷനിലെ ആൾക്കാർ ഇതിന് ഒപ്പം നിന്നു എന്നുള്ളതാണ് സത്യം. അത് മാത്രമല്ല ഇനി മറ്റൊരു തെളിവ് നോക്കണമെങ്കിൽ ഇപ്പോൾ വഖഫ് ബോർഡിൽ വലിയൊരു ഭേദഗതി കൊണ്ടുവരിക എന്ന് പറഞ്ഞ് JPC മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള സക്കീർ നായിക്കിനെ പോലെയുള്ള വിഷം, അപ്പോൾ സക്കീർ നായിക്കിനെ പോലെയുള്ള ഒരു തീവ്രവാദി എല്ലാം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആദ്യമേ ചിന്തിച്ചു നോക്കണമല്ലോ. ഇന്ത്യയിൽ കോടാനുകോടി മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്.
അവർ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, അവർ ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുമായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ രാജ്യത്തെ പോലെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇവർക്കൊന്നും തന്നെ ഒരു പ്രശ്നവുമില്ല, ഇവരെ തീവ്രവാദിയായി മുദ്ര കുത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുമ്പോൾ ഇവനെയൊക്കെ തീവ്രവാദിയായി മുദ്ര കുത്തുന്നത് ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അവനാണ് പറയുന്നത്, അതായത് വഖഫ് ബോർഡ് കൊണ്ടുവന്നാൽ അള്ളാഹുവിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടും, അതുകൊണ്ട് മുസ്ലിം യുവജന ആൾക്കാരെല്ലാം തന്നെ തെരുവിൽ വന്ന് പ്രതിഷേധിക്കണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇവിടെ പട്ടിണി എടുക്കുന്ന എത്ര മുസ്ലിംസിനെ അതായത് ഈ വഖഫ് ബോർഡ് കൊണ്ട് ഒരു ലാഭം കിട്ടി? ഇതിലൊക്കെ മേലെ നിൽക്കുന്ന ആൾക്കാർ, അതായത് വലിയ വലിയ കമ്മിറ്റികളിലെല്ലാം നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഇതിൽ ചെറിയ ലാഭമുണ്ട്. അപ്പോൾ ആ ലാഭം അവരുടെ കയ്യിൽ നിന്ന് ഇല്ലാണ്ടാവും എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് അവരൊരു മതപ്രചാരണം ഇറക്കി വിടും. ആ മതപ്രചാരണത്തിൽ നമ്മളും സത്യമാണെന്ന് ഓർത്തുകൊണ്ട് മതത്തിന്റെ ഭ്രാന്ത് ആ ഒരു സമയത്ത് നമുക്ക് തലയെ പിടിക്കുമ്പോൾ നമ്മൾ ഇതിനെ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് 2014 തൊട്ട് 2024 വരെ ഈ ഒരു കാലയളവിലും സംഭവിച്ചത് എന്നാണ് പറയുന്നത്. BJP 2014 വന്നു, 2024 വരെ വന്നു. ഇവിടെയുള്ള എത്ര മുസ്ലിംസിന് പ്രശ്നം വന്നു? അത് ഗവൺമെന്റ് പറഞ്ഞോ മുസ്ലിംസിന് ഇവിടെ നിൽക്കാൻ പാടില്ല, അതായത് മുസ്ലിംസിന് റേഷൻ ഇല്ല, ഇങ്ങനെയുള്ള ഒരു കാര്യം അതായത് BJP സർക്കാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഓൾറെഡി പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആൾക്കാരുടെ ഇടയിൽ, അതായത് ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു വേണ്ടാത്ത പ്രൊപ്പഗാൻഡ എല്ലാം പടർത്തി ഒരു ഫാൾസ് നെറേറ്റീവ് ഉണ്ടാക്കിയും അത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അയ്യോ നമ്മുടെ മതം പോകുമല്ലോ എന്ന് കരുതി ഈ മതത്തിലെല്ലാം തന്നെ ഇച്ചിരി സെൻസിറ്റീവ് ആയ ആൾക്കാർ ഈ ISISലോട്ടെല്ലാം ജോയിൻ ചെയ്ത് സ്വന്തം രാജ്യത്തിനെതിരെ പ്രതിരോധിക്കാൻ തുടങ്ങും. ഇത് മുസ്ലിങ്ങളെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്, മുസ്ലിങ്ങളല്ലാത്ത അതായത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള അതായത് പെൺകുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കേരള സ്റ്റോറിയിലും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതായത് ഈ മറ്റു മതത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അതൊരു സ്പെസിഫിക് ടൈപ്പ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഈ യങ് ജനറേഷനിലെ മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഒരു ISIS ജോയിൻ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളും ഇത് തന്നെയാണ്. ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അതായത് കഴിഞ്ഞ ഈ 10 വർഷം കൊണ്ട് തന്നെ 100ലും അധികം ആൾക്കാരാണ് ISIS ജോയിൻ ചെയ്തത് എന്നാണ് പറയുന്നത്. 2016 ഡാറ്റയിൽ 21 കേരളയിൽ നിന്നുള്ള ആൾക്കാർ 21 ആൾക്കാർ കേരളത്തിൽ നിന്ന് ഈ ISIS എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘടനയിൽ 2014 മാത്രം ജോയിൻ ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യൻ റിപ്പോർട്ട്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് റിപ്പോർട്ട്. ഇനി 2017 ആണെങ്കിൽ NIA 14 പേരെ, അതായത് ഇവിടെ നിന്ന ആൾക്കാരെ മതം മാറ്റിക്കാനും അതുപോലെ തന്നെ ISISൽ ജോയിൻ ചെയ്യാനും ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 14 ആൾക്കാരെയാണ് ഈ NIA അവരിവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീടുള്ള ചോദ്യങ്ങളിലാണ് വ്യക്തമായത് അവർ എങ്ങനെയായിരുന്നു ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി 2018 കേരളത്തിൽ നിന്ന് തന്നെ മുഹമ്മദ് മൂസിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ISISൽ ജോയിൻ ചെയ്യുകയും അത് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് ISISന്റെ ആ ഒരു തീവ്രവാദി സംഘടന മറ്റൊരു തീവ്രവാദി സംഘടനയുമായി ഏറ്റുമുട്ടൽ മരണപ്പെട്ട റിപ്പോർട്ടുകൾ ഒഫീഷ്യലായി സ്ഥിരീകരിച്ചതുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് സമൂഹത്തിൽ പണമില്ലാത്ത ആൾക്കാരെ ആദ്യം ടാർഗറ്റ് ചെയ്യും, അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത ആൾക്കാരെ ജോലിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാഗ്ദാനങ്ങൾ നൽകിയും അതുപോലെ തന്നെ പല കാര്യങ്ങൾ നൽകിയാണ് ഇങ്ങനെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. See you next video.